പ്രിയപ്പെട്ടവരെ, ഞാൻ സുരേഷാണ്. അപ്പം നമ്മളിന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ചേറ്റുകുഴിയിൽ ഒരു വ്യത്യസ്തമായ ഒരു കട തുടങ്ങിയിട്ടുണ്ട്. ചിപ്പ് ബ്രോസ് എന്നാണ് കടയുടെ പേര്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അവരിവിടെ ചെയ്യുന്ന കാര്യങ്ങളും അതെങ്ങനെയാണ് ഇത് കൊടുക്കുന്നതും അതെല്ലാം നമുക്ക് അവരുമായിട്ട് ചോദിച്ച് അവരോട് സംസാരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു. നമ്മുടെ അലി എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്താണ് ഈ കട നടത്തുന്നത്. അപ്പോൾ പുള്ളിയോട് നമുക്ക് ചോദിക്കാം ഇവിടെ എന്തൊക്കെയാണ് സംഭവങ്ങളുള്ളത്, ഒന്ന് പറയാമോ എന്തൊക്കെയാണ് ഉള്ളത്? നമ്മളിവിടെ ഫ്രഷ് ആയിട്ട് അടിക്കുന്ന ചിപ്സ് ഉണ്ട്, ചേമ്പുണ്ട്, മധുരക്കിഴങ്ങുണ്ട്, പിന്നെ മിച്ചറുണ്ട്. എല്ലാ ഐറ്റവും നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കും. നമ്മൾ ഓൺ ബ്രാൻഡിൽ സെയിൽ ചെയ്യുന്നു. ഇവിടെ തന്നെ ഉണ്ടാക്കുന്നു. എല്ലാവർക്കും വന്ന് കണ്ട് ടേസ്റ്റ് ചെയ്ത് സാധനം വാങ്ങിക്കാനുള്ള സാധ്യത ഉണ്ട്. നമ്മൾ രണ്ടുപേരും കൂടിയാണ്, ഞാൻ എൻ്റെ സുഹൃത്തും കൂടെയാണ്, ആൻഡോയും അതും കൂടെ ചേർന്ന് നടത്തുന്ന സാധനം. അപ്പം ആർക്കെങ്കിലും ഈ സാധനങ്ങൾ ഫ്രഷായ സാധനം വേണമെന്നുള്ളവർ ചേറ്റുകുഴിയിൽ നമ്മൾ ചിപ്പ് ബ്രോസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ചേറ്റുകുഴിയിൽ നമ്മുടെ സെൻറ്റ് മേരീസ് ചർച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ കട കേട്ടോ. അപ്പം എല്ലാവരും ഇവരുമായിട്ട് സഹകരിക്കുക. നല്ല ഫ്രഷ് സാധനങ്ങളാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. ഓക്കെ. ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. ഇത് നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, ഇതിന്റെ സംവിധാനത്തെ കുറിച്ചൊക്കെ എല്ലാം മൊത്തത്തിലൊന്ന് പറഞ്ഞു. സംവിധാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷായിട്ട് നമ്മളിവിടെ ചെയ്ത് കൊടുക്കും. പുതിയ എണ്ണയ്ക്കകത്ത് നമ്മൾ ഫ്രഷായിട്ട് ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മൾ ഈ ജോലി തുടങ്ങിയിട്ടെന്ന് പറഞ്ഞാൽ 10-22 വർഷമായി. അപ്പോൾ നല്ല സാധനങ്ങൾ നാട്ടുകാർക്ക് കൊടുക്കാം എന്നുള്ള ചിന്തയിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഷോപ്പ് ഇവിടെ തുടങ്ങിയത്. കാരണം നമ്മുടെ ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു സ്ഥാപനം ഇല്ല. അപ്പം നാട്ടുകാർക്ക് നല്ല സാധനം കൊടുക്കുകയും ചെയ്യാം, നമുക്ക് അതിലൂടെ ഒരു വരുമാന മാർഗ്ഗം ആവുകയും ചെയ്യും എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളിപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് തന്നെയാണ് കളക്ട് ചെയ്യുന്നത് അതോ അത് ഇവിടുന്ന് തന്നെ? തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് ഇവിടുന്ന് വരുന്നതുകൊണ്ട് നമ്മൾ നോക്കി നല്ല സെലക്ട് ചെയ്ത് നല്ല സാധനങ്ങൾ മാത്രമേ എടുക്കാറുള്ളൂ. എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ കപ്പ വറുത്തമുണ്ട്, ചിപ്സ് ഉണ്ട്. ചിപ്സൊക്കെ നമ്മൾ വെളിച്ചെണ്ണ ചെയ്യുന്നത്. നമ്മൾ ആട്ടുന്ന വെളിച്ചെണ്ണ നമ്മൾ മില്ലിൽ പോയി നമ്മൾ നേരിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ മിച്ചർ 2-3 ഐറ്റം മിച്ചറുണ്ട്. പിന്നെ സ്പെഷ്യലായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേമ്പ് വറുത്തമുണ്ട്. അത് നമ്മുടെ നാട്ടുകാരൊന്നും ഇതുവരെ കഴിച്ചിട്ടില്ല. ചേമ്പ് വറുത്തമുണ്ട്, നമ്മുടെ ചീനിക്കിഴങ്ങ് വറുത്തമുണ്ട്. അങ്ങനെ സ്പെഷ്യലായിട്ടൊക്കെ നമ്മൾ ചെയ്തത്. പൊട്ടറ്റോ ഉണ്ട്. അതൊക്കെ നമ്മൾ റെഡിയാക്കി ഇവിടെ നേരിട്ട് നമ്മൾ റെഡിയാക്കി കൊടുക്കുകയാണ്. വില കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആയ അതേ വില തന്നെ? അതേ വിലയുള്ളൂ. കൂടുതലായിട്ടും നമ്മൾ മേടിക്കുന്നില്ല. നമ്മൾ കൂടുതലായിട്ട് മേടിക്കാൻ പറ്റില്ല, നമ്മുടെ നാട്ടുകാരല്ലേ. നമുക്ക് അവരോട് കൂടുതലായിട്ട് മേടിക്കാൻ പറ്റില്ല. എല്ലാവരും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളല്ലേ, നമുക്ക് അവരോട് കൂടുതലായിട്ട് മേടിക്കാൻ പറ്റില്ല. ചേട്ടൻ എത്ര വർഷമായെന്ന് പറഞ്ഞാൽ? ഞാൻ 22 വർഷമായി ഈ ഫീൽഡിൽ. നമ്മൾ ചെറുപ്പം തൊട്ട് ഈ ജോലിയാണ്. അന്ന് തൊട്ട് നമുക്കിവിടെ ഒരു സ്ഥാപനം തുടങ്ങണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് സമയമൊക്കെ ക്ലിയറായി വന്നത്. അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്നുണ്ടല്ലേ? അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ആൾക്കാരെല്ലാം. അതിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. എൻ്റെ ചാനൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല റീച്ച് ആയിക്കോളും. ഓക്കെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മുടെ ചേറ്റുകുഴിയിൽ സെൻറ്റ് മേരീസ് ചർച്ചിന് നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഇവരുടെ കട. ഇവർ ആൻഡോയും അലിയും കൂടെ ഒന്നിച്ച് നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ എല്ലാവരും ഇവരുമായിട്ട് സഹകരിക്കണം. നല്ല ഫ്രഷ് സാധനം നിങ്ങൾക്ക് അപ്പം തന്നെ ഉണ്ടാക്കി അവർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ നമ്മുടെ ചേറ്റുകുഴിക്കാരും നമ്മുടെ ഇവിടെ ഈ പ്രദേശത്തുള്ള ആൾക്കാരെല്ലാവരും ഇവരുമായിട്ട് സഹകരിക്കണം. നല്ല ഫ്രഷ് സാധനം ന്യായമായ വിലയ്ക്കും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം.